എനിക്കറിയാം നമ്മുടെ സ്വർഗവും എല്ലാ തുറന്നു. ഒത്തിരി ദൈവദൂതന്മാർ ഇന്ന് ഇതിന്റെ മധ്യത്തിലാണ്. ഈ കുഞ്ഞിനെ കരങ്ങളിൽ എടുക്കുമ്പോൾ യെരൂശലേം ദേവാലയത്തിൽ യേശു എന്ന രക്ഷകനെ കാണുമെന്ന് പ്രവാചകൻ പ്രവചിച്ച പ്രവചനം കേട്ട് വിശ്വസിച്ച് വാർദ്ധക്യമായും ആലയത്തിനകത്ത് കാത്തിരുന്ന ഒരു വലിയ വൃദ്ധനായ ശിമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ ശിമയോന് വേണ്ടി മാത്രം ആ ആലയത്തിൽ താമസിച്ചിരുന്നു. യേശുവിനെ കൈകളിലെടുത്ത് അനുഗ്രഹിക്കണമെന്ന്. ഇന്ന് പകൽ അതുപോലൊരു ശുശ്രൂഷ യേശു എനിക്കും തന്നല്ലോ. ഞാൻ വിശ്വസിക്കുന്ന 2019 ഒത്തിരി ആമേൻ ഹല്ലേലൂയ തലമുറകളെ അനുഗ്രഹിക്കുന്ന ഹല്ലേലൂയ സഭയ്ക്ക് ഒരു അടയാളം ദൈവം തരികയാണ്. അകത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കൾക്കൊരു അനുഗ്രഹം നടത്താൻ അതിന്റെ തെളിവാണ് ഈ കുഞ്ഞിന് അനുഗ്രഹിക്കപ്പെടാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ആണിപ്പഴുതുള്ള കരത്തിലേക്ക് ഈ കുഞ്ഞിനെ ഞാൻ ഇപ്പോൾ സമർപ്പിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കുഞ്ഞിനെ കർത്താവെ ആണിപ്പഴുതുള്ള കരത്തിൽ ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവെ, കാലാകാലങ്ങളായി ദൈവമേ ലോക സ്ഥാപനം മുമ്പ് ഈ കുഞ്ഞിനെ നീ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ആലയത്തിനകത്ത് കൃത്യസമയം തക്ക സമയമായപ്പോൾ ഈ കുഞ്ഞിനെ നീ പ്രതിഷ്ഠിക്കുവാൻ കൊണ്ടുവന്നു. ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ, ഈ കുഞ്ഞ് ശിശുവായിരിക്കുമ്പോൾ തന്നെ രാജ്യങ്ങളെ കീഴുമേൽ മറക്കുന്ന ശുശ്രൂഷകനായി പ്രവാചകനായി കുഞ്ഞിനെ സ്വർഗം അനുഗ്രഹിക്കുന്ന പകരാണ് ഈ കുഞ്ഞിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകം. 3-ാമത്തെ വയസ്സ് മുതൽ ലോക പ്രസിദ്ധമായി മാറുന്ന ഈ സമയത്ത് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ കുഞ്ഞിനെ ഞാൻ അനുഗ്രഹിക്കുമ്പോൾ തന്നെ ഇന്നു മുതൽ തുറക്കപ്പെട്ട സ്വർഗത്തിൽ ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരുടെ ഇടയിലും ഭൂമിയിലുള്ള സകല ഭൂസിമവാസികളുടെ ഇടയിലും ഇന്നു മുതൽ ഈ കുഞ്ഞിനെ നദനയേൽ എന്ന പേർ വിളിക്കപ്പെടും. ഈ സമയം സഭയിലെ മൂപ്പന്മാർ ഞങ്ങൾ എല്ലാവരും സഭ ഒരുമിച്ച് കരണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നദനയേലിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. 46 രാജ്യങ്ങളിൽ ഈ കുഞ്ഞിന്റെ കാലേശിക്കുന്നു. 8-ാമത്തെ വയസ്സിൽ ഭാരതത്തിൽ അറിയപ്പെട്ട ഒരു പൈതലാണ് ഈ കുഞ്ഞിനെ ശക്തമായി അന്ത്യകാല ഉണർവിന്റെ വലിയൊരു അഭിഷേകനായി 3-ാം വയസ്സ് മുതൽ തന്നെ ഈ പൈതന്റെ മേൽ യേശുവിന്റെ അഭിഷേകം വ്യാപിക്കും. ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്നു, ആത്മാവിനെ അനുഗ്രഹിക്കുന്നു. കുഞ്ഞു മുഖാന്തര കുടുംബത്തിനും സഭയ്ക്കും ദേശത്തിനും രാജ്യത്തിനും രാജ്യങ്ങൾക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ. കർത്താവേ, കുഞ്ഞിന്റെ മാതാപിതാക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ സമയത്ത് ഹല്ലേലൂയ മാതാപിതാക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുഞ്ഞിനെ പരിശുദ്ധാത്മാവിലും കൃപയിലും കർത്താവിന്റെ കരങ്ങളിലെ കർത്താവെ രാജ്യങ്ങൾക്ക് അനുഗ്രഹമായി വളർത്തിയെടുക്കുക. ഈ കരങ്ങൾക്ക് നീ കൃപ അനുഗ്രഹിക്കുക. ചെയ്യുന്ന ബിസിനസ് മേഖലകൾ ഈ വർഷത്തിന്റെ 3-ാം മാസം കഴിയുമ്പോൾ രാജ്യത്തിന്റെ ബോർഡറുകൾ താണ്ടി കടലുകൾക്കപ്പുറത്തേക്ക് ബിസിനസ് വ്യാപരിക്കുക. അനേക ആയിരങ്ങളെ വിടിവിപ്പാൻ ബലപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം ഞാൻ അനുഗ്രഹിക്കുമ്പോൾ ഈ വർഷത്തിന്റെ ആരംഭ ദിവസം വലിയൊരു പ്ലസ് ചെയ്യുമ്പോൾ വലിയ സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യാം. സഭ തിരിച്ചറിഞ്ഞ ആ സാന്നിധ്യം വലിയൊരു മഹത്വം. അവൻ കർത്താവിനോട് പറഞ്ഞു, ഹല്ലേലൂയ, ഒരു ലെജൻഡായി ചരിത്ര പുരുഷനായി ഈ പൈതലിനെ യേശുവോ മാറ്റാൻ ഭയങ്കര മഹത്വം ഇറങ്ങി നോക്കിയ ഒന്നും കൂടി യേശുവിനോട് പറഞ്ഞു.